ഈ ക്രൂരതയ്ക്ക് നേരെ കണ്ണടക്കാൻ പോലീസിനെങ്ങനെ കഴിയുന്നു? ഇത് കുട്ടിക്കളിയില്ല, ക്രിമിനലിസം. നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? എറണാകുളം പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് കേരളം നടുങ്ങുകയാണ്. പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടത്തിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. അക്രമം നടത്തിയവരിൽ പലരും ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരും സ്ഥിരമായി സ്കൂളിൽ പോകാത്തവരുമാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആദ്യം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച കേസ് മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടെ പോലീസ് ഗൗരവമായി എടുത്തിരിക്കുകയാണ്. ജുവനൈൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. മറ്റൊരു കുട്ടിയെ ക്രൂരമായി തല്ലിച്ചതച്ച് അത് മൊബൈലിൽ പകർത്തുന്ന ക്രിമിനൽ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കൗമാരക്കാർ എങ്ങനെയെത്തി? ലഹരി മാഫിയകൾ സ്കൂൾ പരിസരങ്ങളിൽ പിടിമുറുക്കുന്നത് തന്നെയാണോ ഇതിന് കാരണം? ഇത് എറണാകുളം പൈങ്ങോട്ടൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സ്വന്തം സഹപാഠികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. വെറുമൊരു അടിയല്ല, ലഹരിമരുന്ന് കേസുകളിൽ വരെ ഉൾപ്പെട്ട ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്നാണ് സൂചന. പോലീസ് ആദ്യം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ വീഡിയോ പുറത്തുവന്നതോടെ രക്ഷിതാക്കൾ പരാതിയുമായി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ പാഠശാലകളിൽ വളരുന്നത് ക്രിമിനലുകളാണോ? പ്രതികരിക്കാതിരുന്നുകൂടാ? പിന്നെ